ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ചൈനീസ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പേര് സോയ ഗ്ലേസഡ് ചിക്കൻ എന്നാണ്. അപ്പോൾ നമുക്കിത് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഒരു സോസ് ആക്കാം. ചിക്കനിക്ക് വേണ്ടിയിട്ട് ഒരു സോസ് ആക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലെടുത്തിട്ടെന്ന് വെച്ചാൽ സോയ സോസ് 2 ടീസ്പൂൺ സോയ സോസ്, പിന്നെ ഓയിസ്റ്റർ സോസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓയിസ്റ്റർ സോസും അതുപോലെ തന്നെ 2 ടീസ്പൂണ്, പിന്നെ ഇത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതൊരു അടിപൊളി വെറൈറ്റിയാണ്, നല്ല സ്വീറ്റും എന്താ പറയുക സ്പൈസിയും അതെല്ലാം ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ചെറുതാണെങ്കിൽ ഒരു 10 എടുത്തോ, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണേ. ഫുഡിൻ്റെ കാര്യം നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വെറും കേരള സ്റ്റൈൽ മാത്രമല്ലാതെ ഇതുപോലെ ചൈനീസ് ഡിഷെല്ലാം ആയിക്കടുത്ത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഇതാ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ പകുതി ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട്, പിന്നെ പറയാമെന്ന് വെച്ചാൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് സോയ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. ഇനിയിപ്പോൾ ഇതാ സ്പ്രിംഗ് ഓനിയനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ നല്ലൊരു ടേസ്റ്റുമാണേ. ഇത് ഞാൻ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഹണി ഇല്ലെങ്കിൽ 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഇതിന് ഏറ്റവും ആവശ്യമുള്ളത്. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചെടുക്കുക. കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിതാ ഈ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിച്ച് വരണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ മാക്സിമം വെച്ചാലും മതിയേ. ഞാൻ 1 വർഷം മുന്നേ ഒരു ഫുഡ് കോമ്പറ്റീഷന് പോയാലും ഈ ഒരു ഡിഷാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഈ ഒരു കാര്യം പറയുക. ഇനിയിപ്പോൾ ഇതാ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യം എള്ളെണ്ണയാണ്, സീസം ഓയിലില്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് എള്ളെണ്ണ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചതും ബാക്കി സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം സൈസിൽ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ സോസ് മാറ്റി വെക്കണേ, കുറച്ച് ബാക്കി സോസ് ഉണ്ടാവും, അത് മാറ്റി വെക്കണം. അത് ലാസ്റ്റ് ആവശ്യം വരും. ഇനിയിപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് കോരി വെക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ടൊന്ന് കാണണേ, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബും കൂടി ചെയ്യണേ. അപ്പോൾ ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇനിയിപ്പോൾ ആ ചിക്കനൊക്കെ നമ്മൾ കോരി വെച്ചതിന് ശേഷം ആ ഒരു ബാക്കിയുള്ള സോസ് ഉണ്ടായിരുന്നല്ലോ, ആ സോസ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ നമ്മൾ എള്ളെണ്ണയുടെ കളറാണെങ്കിൽ ഇത് നല്ലൊരു കറുപ്പായിട്ട് വരും. ഞാനിപ്പോൾ പകുതി എള്ളെണ്ണയല്ലേ ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് ആ ഒരു മാറ്റി വെച്ച ചിക്കനില്ലേ, അതൊന്നും കൂടി ഈ ഒരു സോസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മേലെയും താഴത്തൊക്കെ ആക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതിലേക്കൊന്ന് ആക്കി വെക്കണേ. എന്നിട്ട് നമുക്ക് ചിക്കന് കോരി വെക്കാം. അപ്പോൾ ചിക്കൻ കോരി വെച്ചതിന് ശേഷം അതിൻ്റെ നെയ്യ് ഉണ്ടല്ലോ, അതായത് അതിൻ്റെ ഓയിൽ, അതൊന്ന് മാറ്റി വെക്കണേ. അപ്പോൾ ഇത് ചൈനീസിലധികം ഞാൻ റൈസിൻ്റെ കൂടെയാണ് ഇത് വെച്ച കണ്ടിട്ടുള്ളത്. ഒരു റൈസിൻ്റെ കൂടെയാണ് ഇത് സൈഡ് ഡിഷായിട്ട് വരുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് വൈറ്റ് എള്ളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഗാർണിഷ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വൈറ്റ് എള്ളും പിന്നെ സ്പ്രിംഗ് ഓനിയനും എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓയിൽ മാറ്റി വെക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഒരു ഫുഡ് കോമ്പറ്റീഷന് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെന്ന്. അതായത് നമ്മുടെ നാട്ടിൽ ലോറൽ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ഫുഡ് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചൈനീസ് ഡിഷ് കണ്ടതുകൊണ്ട് ഞാൻ ഈ ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ ഒരു ഫോട്ടോസും വീഡിയോസും എല്ലാം അന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിൽ കാണുന്ന ഗാർണിഷ് ചെയ്ത എല്ലാ ഐറ്റംസും ഞാൻ ഉണ്ടാക്കിയതാണ്. ചൈനീസ് സാലഡും ചൈനീസ് എന്താ പറയുക ആപ്പിളിൻ്റെ വൈന് പോലും ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അന്ന് ഞാനൊരു 4 പീസ് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ആ 4 പീസ് ഞാനൊരു കോമ്പറ്റീഷന് കൊണ്ടുവന്നുകൊണ്ട് കുട്ടികൾക്കൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കിത്തരാം എന്ന് പറയും. അപ്പോൾ ഇപ്പോഴാണ് എനിക്കതിന് സമയം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോയും കൂടി ചെയ്യാം, നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും. ബൈ.